അയ്യന്റെ ഉറക്കപ്പാട്ടായ ഹരിവരാസനം വ്യത്യസ്തമായ രീതിയിൽ ആലപിക്കുകയാണ് ഒരു രാജസ്ഥാനി ഗായകൻ. ജോധ്പൂരിലെ മെഹ്റാൻ ഘട്ട് കോട്ടയിൽ നിന്നാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഗായകൻ ആരാണ് എന്നോ ഹരിവരാസനം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും പ്രിയപ്പെട്ടതായതോ അങ്ങനെയൊന്നും അറിയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടനാടൻ പുഞ്ചയിലെ എന്ന ഗാനവും സന്ദർശകർക്കായി ഇദ്ദേഹം പാടുന്നുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണിപ്പോൾ ഈ ഗാനം. അഞ്ജലി വി ആണ് നമ്മുടെ കൂടെയുള്ളത്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഹരിവരാസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഈണവും താളവും ഒക്കെ ഉണ്ട്. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണുള്ളത്. ഒരു കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു താളമൊക്കെ ഉണ്ട്. കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ പോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജസ്ഥാനിൽ നിന്നാണ് എന്ന് മാത്രമേ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുള്ളൂ അല്ലേ? കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടോ? കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഒരു മലയാളി സന്ദർശകരാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ മെഹ്റാൻ ഘട്ട് കോട്ട, ഇവിടുത്തെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയാണ്. ആ കോട്ടയിലാണ് ഈ ഗായകനുള്ളത്. പൈജാമയും കുർത്തയും അതുപോലെ തലയിലൊരു ടർബനൊക്കെ കെട്ടി സന്ദർശകരെ എല്ലാം വരവേറ്റുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഗാനം ആലപിക്കുന്നത്. അതിൽ മലയാളികൾ വരുമ്പോൾ അദ്ദേഹം മലയാളത്തിലുള്ള ഗാനങ്ങൾ പാടി അവരെ എല്ലാം ആകർഷിക്കുകയാണ്. അങ്ങനെയാണ് അയ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉറക്കുപാട്ടായ ഹരിവരാസനം പാടുന്ന അതിമനോഹരമായി ആണ് അദ്ദേഹം ഇത് ആലപിക്കുന്നത്. സാധാരണ നമ്മൾ യേശുദാസൊക്കെ പാടി കേൾക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഒരു ഉത്തരേന്ത്യൻ ശൈലിയിലാണ് അദ്ദേഹം ഈ ഗാനം ആലപിക്കുന്നത്. നമുക്ക് കേട്ടാൽ തന്നെ നമ്മൾ കേട്ടിരുന്നു പോലും. ഏതു സംഗീത ആസ്വാദകരെ ആണെങ്കിലും എല്ലാം ആകർഷിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഗാനം ആലപിക്കുന്നത്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന, ക്ഷേത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നഗാര എന്ന വാദ്യോപകരണമാണ് അദ്ദേഹം ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത്. വളരെ അതിമനോഹരം എന്ന് വേണം നമ്മൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇതാരാണ്, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും 6 ലക്ഷത്തോളം പേരാണ് ഈ ഗാനം ഇതുവരെ കണ്ടിരിക്കുന്നത്. മലയാളികൾ പകർത്തിയ ദൃശ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പൂജ. ശരി അഞ്ജലി.